ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈൻക്രാഫ്റ്റിലെ ഞാനൊരു കില്ലറി തന്നെ എന്ന സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡാണ്. അപ്പൊ നിങ്ങൾ ഈ മുമ്പത്തെ 2 എപ്പിസോഡ് കാണാണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? സത്യം പറ ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കണം. ഇങ്ങനെ സ്കൂട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ കയ്യിൽ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 2 എല്ലി സ്കെൽട്ടൻ്റെ എല്ലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പട്ടീനെ കൂടി ടൈം ചെയ്യാനായിട്ടുണ്ട്. ആ പട്ടീനെ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉറപ്പായിരിക്കും. കാരണം നമുക്ക് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വേണം, അല്ലെങ്കിൽ നമ്മൾ അപ്പോഴും ചത്തുകൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ ഒരു പൂച്ചയും വേണം. പൂച്ച എന്തായാലും വേണം, പട്ടി കിട്ടി അതേ ഒരു കൂലി. ഓക്കെ, പക്ഷേ എനിക്ക് ഇതിനെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങളുള്ള മോബിനെ കൊല്ലരുതെന്നാണ് മൈൻക്രാഫ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ഓക്കെ, നെവർ മൈൻഡ്. നമുക്ക് ഏതായാലും എന്താ ഇപ്പോൾ പറയാൻ തന്നെ, ഒരു പട്ടിയും അതുപോലെ തന്നെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പൂച്ച എന്തായാലും വേണം ഗൈസ്. കാരണം ക്രീപ്പറുടെ ഒക്കെ ഭയങ്കര ശല്യമുണ്ട്. ആ ക്രീപ്പർ വന്നിട്ട് എൻ്റെ വീടിൻ്റെ ബാക്കിലൊക്കെ ഇടക്കിടക്ക് പൊട്ടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാൻ അവരെടുക്കും. ഇതെന്ത് വലിയ കുയ്യാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു അവിടെ ക്രീപ്പറുടെ അടുത്ത് നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് പൂച്ച വേണം. പൂച്ചനെ നമുക്ക് ടൈം ചെയ്യണം, അതിനായിട്ട് മീനൊക്കെ വേണം. അതുപോലെ കുറേ ദിവസം ഞാൻ ഈ സർവറിൽ കളിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ എനിക്കിതുവരെ ഒരു വില്ലേജ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ മോപ്സൊക്കെ പുറത്തേക്ക് ഇറങ്ങും. അതൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോയേ പറ്റൂ. വീട്ടിലേക്ക് പോകണം, അത് അത്യാവശ്യമായിട്ട് പോകേണ്ടതാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് പോകണ്ട. ഇപ്പോൾ ഇന്നത്തെ ദിവസം മറ്റേ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം എന്നൊക്കെ പറയണ പോലെ ജസ ഫാർ ഫ്രം ഹോം. അപ്പം ഓക്കെ, അവിടെ നമ്മളെ വീടിരിപ്പുണ്ട്. നമുക്കെന്തായാലും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഏതോ ഒരു കുഴിയിലേക്ക് വെറുതെ വന്ന് വീണു. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞു വീഴുന്ന പോലെ നമുക്ക് ബെഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ടൊരു ആട് വേണം. ആടിനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം ഗൈസ്. ആടിനെ കണ്ടുപിടിച്ചിട്ട് ബാക്കി പരിപാടികൾ ഉള്ളത്. ഓക്കെ, ആട് ഇവിടെ എവിടെയെങ്കിലൊക്കെ കാണും. എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞാൽ ഇപ്പം ഉണ്ടാവും. എന്തായാലും അതിനൊന്ന് കണ്ടുപിടിക്കണം ഗൈസ്. ആടിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത്രക്കും വലിയ ഹെൽപ്ഫുൾ ആൻഡില്ല വ്യത്യാസമാണ്. അത് നമുക്കൊരു ആടിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ഗൈസ്. ആട് ഇവിടെ എവിടെയെങ്കിലും തന്നെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ആടൊന്നുമില്ല. കുറേ നേരമായിട്ട് തേനുണ്ട് അവിടെ. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകണ്ട, തേനീച്ച പൊട്ടു. ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടാണെങ്കിൽ അതിനകത്ത് മറ്റേ തേൻ നിറച്ച് വയ്ക്കായിരുന്നു. ഇപ്പം നിറച്ച് വയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിപ്പോയി. ഇതേ ആട് ഗൈസ്, ആടിനെ കൊല്ലട്ടെ. യെസ്, ആടിനെ അടിച്ച് ഞാൻ ഇലയിൽ അടിച്ചു. ചാവടാടെ. ഇപ്പം ചത്തു. ചാവ്. യെസ്, നമുക്കങ്ങനെ 3 വോള് സെറ്റായി. ഇതേ പട്ടി. ഇത് മറ്റേ പട്ടിയാണ് ഗൈസ്, റെസ്റ്റി എന്നാണ് ഈ പട്ടിയുടെ പേര്. ഞാൻ ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. ഓക്കെ, നമുക്ക് ടൈം ചെയ്യാം. എടാ, ടൈമായില്ല മോനെ. എനിക്ക് ഇന്നെ ഇട്ടിട്ട് പോകാനും തോന്നല്ല. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്, പക്ഷേ
ഇതിപ്പോ ടേംഡ് ആയില്ല. അയാൾ എന്താണ് ഈ ടേംഡ് ആവായിരുന്നെ? എനിക്ക് ഇതിനെ കൊടുക്കാൻ വല്ല സാധനം ഉണ്ടോ എൻ്റെ ഇൻവെന്ററിക്കകത്ത്? എൻ്റെ ഇൻവെന്ററിക്കകത്ത് ഒന്നുമില്ല. ഞാൻ ചത്ത്. ഏതൊരു സോംബി ഒന്ന് എന്നെ പണിത് എൻ്റെ സാധനങ്ങൾ, എൻ്റെ ആടിൻ്റെ കൂട്, എൻ്റെ എല്ലാം പോയി ഗൈസ്. എൻ്റെ എല്ലാം പോയി ഗൈസ്. എൻ്റെ വീട് അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ലോഡാവാത്ത ആ ലോഡായി. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണ് ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോവാണ്. കാരണം എൻ്റെ സാധനങ്ങളൊക്കെ അവിടെയാണ്. ഏതോ ഒരു സോംബി വന്ന് നമ്മളെ തലക്കടിച്ച് ബോധമെടുക്കും. ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.